ഹായ് ഗൈസ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പനിക്കൂർക്കയെക്കുറിച്ചൊരു വീഡിയോ ആണ്. അതായത് കോളിയസ് അരോമാറ്റിക്സ് എന്ന സയൻറ്റിഫിക് നാമത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക. ഭൂമിയിലെ വലിയ ഉയരത്തിലല്ലാതെ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്ത് തഴച്ചു വളരുന്ന ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക. പനി, ചുമ, ജലദോഷം എന്നിവയ്ക്ക് വളരെ നല്ലതാണ്. ഇലകൾ മൂത്ത് കഴിഞ്ഞാൽ തവിട്ട് നിറം വരും. പ്രത്യേകിച്ചും കുട്ടികൾക്ക് പനിക്കൂർക്ക ഇട്ട് തിളപ്പിച്ച വെള്ളം ഓരോ ടീസ്പൂൺ രാവിലെയും വൈകിട്ടും കൊടുക്കുകയാണെങ്കിൽ പനി ഉണ്ടാകില്ല, രോഗപ്രതിരോധ ശക്തി കൂടും. മുതിർന്നവർക്കാണെങ്കിൽ അതിലും ബെറ്ററാണ്. അത് പനിക്കൂർക്കായും തണ്ടും ഇട്ട് തിളപ്പിച്ച് ആവി പിടിച്ചാൽ പനിയും ചുമയും തലവേദനയും പെട്ടെന്ന് മാറിക്കിട്ടും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പനിക്കും ചുമയ്ക്കും ഉപയോഗിക്കുന്ന ഒരു പ്രകൃതിദത്ത ഔഷധമാണ് പനിക്കൂർക്ക. അവിടെ ഒരു വീട്ടുവൈദ്യമാണ് പനിക്കൂർക്ക. പനിക്കൂർക്ക വാട്ടിപ്പിഴിഞ്ഞ് നീരെടുത്ത് നെറുകയിൽ വെച്ചാൽ പനിയും നീർവീഴ്ചയും പെട്ടെന്ന് മാറും. അതുപോലെ തന്നെ പനിക്കൂർക്ക നീരെടുത്ത് കൽക്കണ്ടവും ചേർത്ത് കഴിച്ചാൽ കഫക്കെട്ടും ചുമയും പെട്ടെന്ന് മാറിക്കിട്ടും. ദഹനത്തിനും ഗ്യാസ് ട്രബിളിനും 2 സ്പൂൺ നീരെടുത്ത് തേനിൽ ചേർത്ത് കഴിച്ചാൽ പെട്ടെന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ 2-3 തുള്ളി പനിക്കൂർക്ക നീര് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വിരശല്യം മാറും, വയറുവേദന മാറും. അതുപോലെ തന്നെ നമ്മൾ മിഥുനം കർക്കിടക മാസങ്ങളിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും പനിക്കൂർക്ക വെള്ളം സ്ഥിരമായി കുടിച്ചാൽ പനി വരുന്നത് തടയും. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്ന ഒരു ആയുർവേദ ഔഷധമാണ് പനിക്കൂർക്ക. പണ്ടൊക്കെ നമ്മൾ ഇത് സ്ഥിരമായി ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നതാണ് സത്യാവസ്ഥ. പനിക്കൂർക്ക നീര് കുടിക്കുകയോ ഇലയും തണ്ടും ചേർത്ത് എണ്ണ കാച്ചി പുരട്ടിയാൽ മുടിയിൽ ആവശ്യമുള്ള മെലാനിൻ വർദ്ധിപ്പിക്കുന്നതിന് നല്ലതാണ്. അതുപോലെ തന്നെ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് നല്ലതാണ്. കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിന് നല്ലതാണ്. പനിക്കൊരു ഒറ്റമൂലിയാണ്. കിഡ്നിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കും, വയറുവേദന ശമിപ്പിക്കും, ദഹനശക്തി വർദ്ധിപ്പിക്കും. എല്ലാത്തിനും പറ്റിയ ഒരു രോഗപ്രതിരോധ ശക്തിയുള്ള ഒരു നല്ലൊരു ഔഷധമാണ് പനിക്കൂർക്ക. അതുപോലെ തന്നെ പനിയുടെ ആരംഭത്തിൽ, അതായത് മൂക്കൊലിപ്പ്, ചെറിയ തലവേദന വരുന്ന സമയത്ത് ഒരു പനിക്കൂർക്ക ഇല എടുക്കുക, ചെറുതായിട്ട് തിരുമിയിട്ട് 2 മൂക്കിലും നല്ലപോലെ അങ്ങോട്ട് ഉള്ളിലേക്ക് വലിച്ച് കയറ്റിക്കഴിഞ്ഞാൽ 4-5 പ്രാവശ്യം വന്നാൽ ആ വരാനിരിക്കുന്ന പനി അതോടുകൂടി അങ്ങ് മാറിക്കിട്ടും. പിന്നെ പനി വരത്തേ ഇല്ല. അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, പനിക്കൂർക്കയുടെ ഏകദേശം കുറച്ച് ഗുണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയത് എന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ളത്. എന്തായാലും നമ്മൾ ഈ പനിക്കൂർക്കയെ ഉപേക്ഷിക്കരുതും. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്